നമസ്കാരം. 4.7 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് കളമശ്ശേരി ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ്. ഇതിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 50 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 9 കിലോമീറ്റർ, ആലുവ 4 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷൻ 3.5 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് 4 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ബോക്സി ടൈപ്പ് ഡിസൈനും. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ഹാൻഡിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. ബാൽക്കണിയുടെ മുകളിലായി ലൂർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായി 3 പാളിയുടെ ഒരു മോഡേൺ ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ടെക്സ്ചർ വർക്ക്, ജനലിൻ്റെ അടിയിലായി ടെറാക്കോട്ട ഡിസൈനും നൽകിയിരിക്കുന്നു. വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് മതിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ 4-വേ ലൈറ്റും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്ന 5 മീറ്റർ അടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത് സ്ലൈഡിങ്ങിലാണ്. ഈ ഭാഗത്തായി HPL ഷീറ്റും GA ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റും നൽകിയിരിക്കുന്നു. നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പോകാം. നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൻ്റെ 2 വശത്തായി ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു, അവിടെയും പില്ലർ നൽകിയിരിക്കുന്നു. ക്ലാഡിംഗ് ടൈലാണ് പില്ലറിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ പിന്നിലായി ഇവിടെ 3 പാളിയുടെ ഒരു മോഡേൺ ഡിസൈനുള്ള ജനൽ നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് കടപ്പാ കല്ലാണ്. അതിൻ്റെ ഇടയിലായി സിന്തറ്റിക് ഗ്രാസും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി 3 പാളിയുടെ ഒരു മോഡേൺ ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയായി ഗ്രൂ നൽകിയിരിക്കുന്നു. ഇവിടെയായി ടെക്സ്ചർ വർക്കും നൽകിയിട്ടുണ്ട്. ഇവിടെ 4-വേ ലൈറ്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ടെറാക്കോട്ട ഡിസൈനാണ് ഈ ഭിത്തിയിൽ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. ഇവിടെ പെബിൾസും നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെടിയും നൽകിയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും നൽകിയിരിക്കുന്നു. വീടിൻ്റെ ഈ വശത്തും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യം നൽകിയിരിക്കുന്നു. ഇവിടെയായി കടപ്പാക്കല്ലാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായി പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള പെബിൾസും നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെടിയും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 2 സ്റ്റെപ്പ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നു. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുള്ളത്. ഇവിടെയായി ഒരു പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇതാണ് മെയിൻ ഡോർ. നല്ല മനോഹരമായിട്ടുള്ള മെയിൻ ഡോറാണ് ഇത്. 2 പാളിയുള്ള മെയിൻ ഡോറും 2 ഹാൻഡിലും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ നേരെ ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൽ നൽകിയിട്ടുള്ളത് വൈറ്റ് കളർ വെട്രിഫൈഡും വലിപ്പമുള്ള ടൈലാണ്. ലിവിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ പാനലിംഗ് വർക്കും ഇവിടെ ബോർഡർ വർക്കും ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തായി ഓരോ പാളിയുള്ള ജനലും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ TV യൂണിറ്റിൻ്റെ ഡീറ്റെയിലിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായി ക്യൂരിയോസ് ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെ നിഷും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ചാർക്കോൾ പാനലാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ഗോൾഡൻ ഡിസൈനുള്ള വൈറ്റ് കളറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ പുറകിലായി ഇവിടെ ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ LED ലൈറ്റും നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ അടിയിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഇവിടെ ലിവിങ് സ്പേസിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും ഇവിടെ പ്രൊഫൈൽ ലൈറ്റും നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴി ഇവിടെ ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇവിടെയായി നിഷു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇത്.
10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലായി ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ LED ലൈറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി കരിങ്കല്ലിൻ്റെ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ മനോഹരമായിട്ടുള്ള പെബിളും നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ട് ഇത് ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ് ഇത്. ഇവിടെ ഒരു പില്ലർ ടാപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ ചാർക്കോൾ പാനൽ, ഇവിടെ ലൂവർ ഡിസൈനും നൽകിയിട്ടുണ്ട്. ലൂവറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഹാൻഡിൽ വരുന്നത് ബ്ലാക്ക് കളറിലും ഇവിടെ ക്യൂരിയോ ഷെൽഫും നൽകിയിരിക്കുന്നു. മുകളിലായി നല്ല മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ പെനിൻസുല കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. ലൂവറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി LED ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി ക്യൂരിയോ ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല രണ്ട് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ ആർക്കി ഡ്രൈവ്, ഇവിടെ നിഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാങ്ങിങ് പ്ലാന്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ക്യൂരിയോ ഷെൽഫും നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റും നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ഇവിടെ ഗ്ലോസി ടൈല് നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളിലുള്ള ഒരു ജനൽ, ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. താഴെ മുകളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് 2 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ സിങ്ക്. ഈ ഭാഗത്തായിട്ടാണ് ടാപ്പ് വരുന്നത്. കിച്ചണിന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും ലഭ്യമാണ്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഇവിടെയും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യം നൽകിയിരിക്കുന്നു. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്, രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെ നല്ല പാനലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. വുഡിലാണ് ഡോറ് നൽകിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ടൈൽ വരുന്നത് വൈറ്റ് കളർ വെട്രിഫൈഡ് വലിയ ടൈലാണ്. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസ് വാർഡ്രോബിൽ നൽകിയിരിക്കുന്നു. ഇവിടെ നിഷ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്യൂരിയോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഗ്ലോസി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ മാറ്റ് ഫിനിഷുള്ള ടൈലും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. സെൻറ്റർ ഭാഗത്തായി വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, ഇവിടെ ഷവറും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഓരോ വാളിൻ്റെ 2 ജനലും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസ് വാർഡ്രോബിൽ നൽകിയിരിക്കുന്നു. ഇവിടെ നിഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇവിടെ ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായി ഷവർ, ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റും നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലും ഗ്ലാസ്സിലുമാണ്. സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വുഡൻ ഡിസൈനുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഫുഡ് ലാമ്പുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ സിമെൻറ്റ് ടെക്സ്ചർ നൽകിയിരിക്കുന്നു. ഇവിടെ ഗോൾഡൻ സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു UPVC വലിപ്പമുള്ള ഒരു വിൻഡോ നൽകിയിരിക്കുന്നു. അത് കാരണം വീടിൻ്റെ അകത്തേക്ക് നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് നോക്കാം. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു വാൾ ഡെക്കർ നൽകിയിരിക്കുന്നു. ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ പർഗോള നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. ഇവിടെ വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഹാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ക്യൂരിയോ ഷെൽഫ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു ഷാൻഡിയറും കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടും വരുന്നുണ്ട്.
ഭാഗത്തായി 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഓരോരോ വാളിലുള്ള 2 ജനലും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ ക്യൂരിയോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഇവിടെ ലൂർ ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. മുകളിലായി ക്യൂരിയോസ് സെൽഫും നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്, രണ്ടാമത്തെ ബെഡ്റൂമാണ് അത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് വാർഡ്രോബിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. നേരത്തെ പറഞ്ഞ പോലെ അത്ര വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇത്. നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് യൂട്ടിലിറ്റി സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് പോയാൽ ടെറസിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. ഓപ്പൺ സ്പേസും കവേർഡ് സ്പേസും അടങ്ങിയിട്ടുള്ള ബാൽക്കണിയാണ് ഇത്. ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ക്ലാഡിംഗ് ടൈലും ഇവിടെ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഹാൻഡ് റെയിൽ വരുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. മുകളിലായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ സിലിണ്ടറിക്കൽ LED ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ സ്പേസ്. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനലും നൽകിയിരിക്കുന്നു. 4.7 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 50 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 9 കിലോമീറ്റർ, ആലുവ 4 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷൻ 3.5 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ വില വയ്ക്കുന്നത് 1,10,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.